രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടുപിന്നാലെ എക്സിറ്റ് പോളുകൾ ഓരോന്നായി പുറത്തുവന്നു. ഗോദി മാധ്യമങ്ങൾ നേരിട്ട് നടത്തിയ സർവേകളും ഏജൻസികൾ നടത്തിയ സർവേകളും കളം നിറഞ്ഞു. ഏതാണ്ട് പ്രധാനപ്പെട്ട 9 സർവേകൾ പറയുന്നത് NDA സഖ്യം ബീഹാർ തൂത്തുവാരുമെന്നാണ്. 180 മുതൽ 160 സീറ്റുകൾ വരെ NDA സഖ്യത്തിന് കിട്ടുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ സീറ്റുകൾ BJPക്കും പിന്നെ JDUവിനും RJDക്കുമാണ് ലഭിക്കുക. കോൺഗ്രസിന് താരതമ്യേന കുറഞ്ഞ സീറ്റുകളാണ് ഉണ്ടാകുക എന്നൊക്കെയാണ് ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത്. OBC വിഭാഗം, മറ്റ് ദളിത് വിഭാഗങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരെല്ലാം നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കുമെന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഗോദി മാധ്യമങ്ങൾ പടച്ചുവിട്ടത്. എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം എത്രത്തോളം വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധി നടത്തിയ പ്രചരണങ്ങളിൽ ഉന്നയിച്ച തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഈ സർവേ തയ്യാറാക്കിയ ആളുകൾ നൽകിയ ചോദ്യങ്ങളിൽ കാണാൻ സാധിച്ചില്ല. എന്നാൽ 2015ലെയും 2020ലെയും പല എക്സിറ്റ് പോൾ ഫലങ്ങളും ഇത്തരത്തിൽ തെറ്റിപ്പോയതായി നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഔദ്യോഗികമായി എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ എക്സിറ്റ് പോളുകളല്ലാതെ ഇതിനുശേഷം മറ്റു ചില എക്സിറ്റ് പോളുകൾ കൂടി ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ എക്സിറ്റ് പോളുകൾ മഹാസഖ്യത്തിന് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നതായിരുന്നു. എന്നാൽ ആ എക്സിറ്റ് പോളുകളെക്കുറിച്ച് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഈ സർവേകൾ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. DB ലൈവ് ചാനലിന്റെ സർവേയിൽ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് 130 മുതൽ 144 സീറ്റുകൾ വരെ കിട്ടുമെന്നാണ്. NDAക്ക് 95 മുതൽ 109 സീറ്റ് വരെ കിട്ടുമെന്നും മറ്റുള്ളവർക്ക് പരമാവധി 8 സീറ്റുകൾ വരെ കിട്ടുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത്. ബീഹാറിലെ യുവാക്കൾ കൂടുതലായി വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്കാണ് എന്ന് സർവേയിൽ പറയുന്നു. അതായത് തൊഴിലവസരങ്ങൾ കുറഞ്ഞു, വികസന നേട്ടങ്ങൾ കാര്യമായി എടുത്തു പറയാനില്ല. ഒപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണമടക്കം തങ്ങളുടെ ജനാധിപത്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ചിന്ത അവർക്കിടയിലുണ്ട്. അടുത്തതായി പറയുന്നത് ജേണോ മിറർ എന്ന ചാനലിന്റെ സർവേയാണ്. അതിൽ NDAക്ക് 100 മുതൽ 110 സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യത്തിന് 130 മുതൽ 140 സീറ്റുകളും AIMIMന് 3 മുതൽ 4 സീറ്റുകൾ വരെയും ലഭിക്കുമെന്നാണ്. അതായത് ഈ സർവേയിലും നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് 6% വോട്ട് ഷെയർ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കൊണ്ടുപോകുമെന്നാണ് BJP പോലും വിലയിരുത്തുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി കൂടുതൽ MLAമാരെ നേടുകയും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് BJPക്കായിരിക്കും. ഏതായാലും ബീഹാറിൽ NDA തൂത്തുവാരിയെന്നും സർവേകൾ മുഴുവൻ BJPക്ക് അനുകൂലമെന്ന നിലയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ മഹാസഖ്യത്തിന് അനുകൂലമായ രീതിയിലുള്ള സർവേകളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ കിട്ടിയ 19 സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ്.